പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ വീട് ആക്രമിച്ച് തകർത്തു. അനിൽ കൊച്ചുമുഴിക്കലിന്റെ വീടാണ് അയൽവാസികൾ അടിച്ച് തകർത്തത്. സഹോദരി ശ്രീലതയ്ക്ക് ഈ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റുവെന്നും വാർത്തകൾ വരുന്നു. ഒരുപാട് മർദ്ദിച്ചു. കഴുത്ത് മുടിയൊക്കെ പിടിച്ച് പൊക്കുകയും താക്കുകയും കഴുത്ത് തിരിക്കുകയും ഇങ്ങനെ തിരിക്കുമായിരുന്നു മുടിക്ക് പിടിച്ച്. എന്നെ അജിതയും സുമയും കൂടെ ശരിക്കും വടിയെടുത്ത് മുറ്റത്ത് കിടന്ന വടിയെടുത്ത് ശരിക്കും തലയിലും കഴുത്തുമൊക്കെ അടിച്ചിട്ട് അപ്പോൾ അനിൽ വടി പിടിച്ച് മേടിച്ചു അജിതയുടെ കയ്യിൽ നിന്നും. എന്നിട്ട് അനിൽ കഴുത്തിന് തലയ്ക്ക് നെഞ്ചത്ത് തുടയിൽ ഇവരെല്ലാം മാറി മാറി അടിക്കുന്നുണ്ടായിരുന്നു. ഡിസംബർ 20 വെള്ളിയാഴ്ച രാവിലെ 7-നും 7:30-ക്കും ഇടയ്ക്ക് ശ്രീലതയും അതുപോലെ തന്നെ സഹോദരൻ മാനസിക അസ്വാസ്ഥ്യമുള്ള രാജനെയും ഇവിടെ അനിലെന്ന് പറയുന്ന വ്യക്തി, അജിത, സുമ ഇവർ സംഘം ചേർന്ന് വന്ന് വീടിനുള്ളിൽ അതിക്രമിച്ച് കയറി മൃഗീയമായി മർദ്ദിച്ചു. എൻ്റെ സഹോദരി ശ്രീലതയുടെ കഴുത്തിന് പൊട്ടലുണ്ട്, ഇവിടെ ബൾജ് ചെയ്തിരിക്കുകയാണ്. കഴുത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാര്യമായി ക്ഷതമേറ്റിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ഈ കേസിന് ആധാരം? SKN ഒരു വഴിത്തർക്കം നിലനിന്നിരുന്നു. അത് ഈ കൊടുമൺ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട മേഖലയാണ്. ആ മേഖലയിൽ ഈ കൊടുമൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനിൽ കൊച്ചുമുഴിക്കലിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു വഴിത്തർക്കം നിലനിന്നിരുന്നു. തൊട്ടയൽവാസിയുമായിട്ടായിരുന്നു വഴിത്തർക്കം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ വഴിത്തർക്കത്തിൽ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ അവർക്ക്, ഈ അനിൽ കൊച്ചുമുഴിക്കലിനും വീട്ടുകാർക്കും ആ വഴിയിലൂടെ നടക്കാം എന്നൊരു ഇഞ്ചക്ഷൻ ഓർഡർ അദ്ദേഹം കരസ്ഥമാക്കി. ഇതിൽ പ്രകോപിതരായിട്ടാണ് ഈ സംഘം, അയൽവാസികൾ അടങ്ങുന്ന സംഘം എത്തിയതെന്നാണ് പറയുന്നത്. ഈ അനിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട്. എന്തായാലും എത്തിയ ഉടൻ തന്നെ ആദ്യഘട്ടത്തിൽ അനിലിൻ്റെ വീട്ടിലെ 2 സ്ത്രീകളാണ് ആക്രമണം നടത്തിയത്. അവർ കമ്പ് കൊണ്ട് മൂത്ത സഹോദരൻ്റെ തലക്കടിച്ചു. ഇത് തടയാൻ ചെന്ന ശ്രീലതയെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ക്രൂരമായ ആക്രമണത്തിനാണ് അവർ വിധേയമായിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ദിവസം അവർ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെട്ടതാണ്. മുൻവശത്തെ ചില്ലുകളും അടിച്ചു തകർത്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികൾക്കെതിരെ മഹസർ തയ്യാറാക്കാൻ അടക്കം വളരെ തോതിലുള്ള വൈകൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നൊരു ആക്ഷേപം ഈ അനിൽ കൊച്ചുമുഴിക്കൽ പറയുന്നുണ്ട്. മൊഴി രേഖപ്പെടുത്താൻ വൈകി. അടൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അഡ്മിറ്റ് ആയിരുന്നത്. എന്തായാലും മൊഴി രേഖപ്പെടുത്താൻ വൈകി. അതിനുശേഷം മഹസർ തയ്യാറാക്കാൻ ദിവസങ്ങളോളം എടുത്തു. ഇന്നിപ്പോൾ 27-ാം തീയതി ആയിക്കഴിഞ്ഞിരിക്കുന്നു, 28-ാം തീയതി ആയിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായി ഇന്നലെ വൈകുന്നേരത്ത് മാത്രമാണ് അവർ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസും ഈ വിഷയത്തിൽ കാര്യമായ രീതിയിലൊരു ഇടപെടൽ നടത്തിയില്ല എന്നൊരു ആക്ഷേപം പൊതുവിൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ വിവരം അറിഞ്ഞത്. പക്ഷേ FIR രജിസ്റ്റർ ചെയ്യുന്നതിലടക്കമുള്ള വൈകൽ ചൂണ്ടിക്കാട്ടി ഒരു സമ്മർദ്ദം ചെലുത്താനടക്കം കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല എന്നൊരു ആക്ഷേപവും പൊതുവിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 3 പേർക്കെതിരെ, അനിൽ, അജിത, സുമ എന്നീ 3 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. SKN. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.